ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കൊടും ചൂട് സമയത്ത് നമുക്ക് മുതിർന്നവർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതവിടെ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു നേന്ത്രപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത് മധുരമുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി മാങ്ങ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഒപ്പം തന്നെ ഇത് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 2 മാങ്ങയുടെ കൂടെ ഒരു ചെറിയ നേന്ത്രപ്പഴം കറക്റ്റ് അളവാണ്. പഴം എടുക്കുന്ന സമയത്തും ഒരുപാട് പഴുത്ത് ഉടഞ്ഞിട്ടുള്ള പഴവും എടുക്കരുത്, എന്നാൽ തീരെ പഴുപ്പ് കുറഞ്ഞതും എടുക്കരുത് കേട്ടോ. ഇനി ഇതാ ഞാൻ ഇവിടെ പഴവും മാങ്ങയെല്ലാം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ മാങ്ങയും പഴവും ഞാൻ ഇതവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഈത്തപ്പഴം എടുക്കുന്നത്, പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മധുരം കുറവേ വേണ്ടുള്ളൂ, അതുകൊണ്ടാട്ടോ കുറച്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 എണ്ണം വരെ എടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ബദാം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുപ്പിച്ച് കട്ടിയാക്കി എടുത്തിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് പാലും മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ എടുത്ത ഈത്തപ്പഴത്തിൻ്റെ അളവ് കുറച്ച് കുറവാട്ടോ. നമുക്കിവിടെ നല്ല മധുരം വേണ്ട, അതുകൊണ്ട് തന്നെ അളവ് കുറച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ഈത്തപ്പഴം എടുത്തിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കോ പഞ്ചസാരയോ തേനോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുറച്ച് കട്ടിയിലിട്ടാണ് ഉള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐസ് ക്യൂബിന് പകരം കുറച്ച് തണുത്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ അവിടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നല്ലതുപോലെ തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ലൂസിലായിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടേനു. അങ്ങനെ ഇതാ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഐസ്ക്രീം ഇല്ലയെന്ന് വിചാരിച്ചിട്ടും ടേസ്റ്റ് ഇല്ലാണ്ടൊന്നും ഇല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം നല്ല എല്ലായിടത്തും മാങ്ങ കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.